Good morning, my dear children. Welcome to 6th standard English class. Do you remember our last class? We studied a play in that class. Do you remember its name? Yes, Clever Carla. Clever Carla. Do you remember the story? നിങ്ങൾക്ക് ആ സ്റ്റോറി ഓർമ്മയുണ്ടോ? ഉണ്ടോ? The story was about a farmer and his young daughter Carla. ഫാമറിൻ്റെയും കാർലേനെയും പറ്റിയുള്ള കഥയായിരുന്നു. എന്താണ് നമ്മൾ ഫസ്റ്റ് സീനിൽ കണ്ടത്? ഫാമർ കളക്റ്റഡ് ഓൾ ഹിസ് ഗ്രെയിൻസ് ആൻഡ് ലോഡഡ് ഹിസ് വാഗൺ വിത്ത് ഗ്രെയിൻസ് ആൻഡ് റെഡി ടു ഗോ ടു ദ മാർക്കറ്റ്. ആ ഗ്രെയിൻസ് ഒക്കെ കളക്ട് ചെയ്ത് വാഗണിൽ നിറച്ചു, എന്നിട്ട് മാർക്കറ്റിലേക്ക് പോവുകയാണ്. The second scene is in the street. In the street, a cunning merchant approached him and he asked a question to the farmer. How much for everything? Our poor farmer said 20 copper pieces. നമ്മുടെ പാവം ഫാർമർ എന്ത് പറഞ്ഞു? 20 copper pieces എന്ന് പറഞ്ഞു. അങ്ങനെ ഡീൽ ഉറപ്പിച്ചു. He gives the money. മണി കൊടുത്തിട്ട് എന്ത് ചെയ്തു? He asked him to step down from the wagon. വാഗണിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ആ ഫാമർ ഈസ് സർപ്രൈസ്ഡ്. നമ്മുടെ ഫാമർ അത്ഭുതപ്പെട്ടു. വാട്ട് ചോദിച്ചു. വാട്ട് ചോദിച്ചപ്പോൾ എന്താണ്? എ ഡീൽ ഈസ് എ ഡീൽ. ഡീൽ എന്ന് പറഞ്ഞാൽ ഡീലാണ്. അയാൾ എന്താണ് എവറിത്തിങ്ങിന് മർച്ചൻ്റ് ഇൻക്ലൂഡ് ചെയ്തത് ഗ്രെയിനും ഫാമറിൻ്റെ എന്താണ് വാഗണും ഹോഴ്സും എല്ലാം കൂടിയിട്ടാണ്. ലാസ്റ്റ് എന്താ പറഞ്ഞത്? ഇഫ് യു ഡോണ്ട് അഗ്രി വിത്ത് മീ വി വിൽ ഗോ ബിഫോർ ദ ജഡ്ജ്. മർച്ചൻ്റ് ഫാർമറിനോട് പറയണം, നീ എന്നോട് യോജിക്കുന്നില്ലെങ്കിൽ നമുക്ക് ജഡ്ജിൻ്റെ അടുത്തേക്ക് പോകാം, ഒരു ജഡ്ജ് ഇവിടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ജഡ്ജിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സീൻ 3-ലെ ജഡ്ജും ഫാർമറും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഫാർമർ ചോദിക്കുന്നത്, ഡിഡ് യു അഗ്രി ടു സെൽ എവറിത്തിങ്? എല്ലാം വിൽക്കാൻ സമ്മതിച്ചോ ചോദിക്കുന്നത്. അപ്പോൾ ഫാർമർ യെസ് വെൽ എന്ന് പറയുകയാണ്. അപ്പോൾ ജഡ്ജ് അവസാനം എന്താണ് പറഞ്ഞത്? ഡീൽ ഈസ് എ ഡീൽ, വിധി കൽപ്പിച്ചു അയാൾ. അപ്പോൾ എന്താണ്? ഫാർമർ വെരി സാഡ്. ഹി റിട്ടേൺസ് ഹോം. വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. ഹി ടോൾഡ് എവറിത്തിങ് ടു കാർല. കാർലയോട് പറഞ്ഞു. കാർല എന്താ പറയണത്? ഡോണ്ട് വറി പപ്പ, ഐ ഹാവ് എൻ ഐഡിയ. കാർലയുടെ ഫാദറിനെ കൺസോൾ ചെയ്തു, ആശ്വസിപ്പിച്ചു. ഡോണ്ട് വറി, ഐ ഹാവ് എൻ ഐഡിയ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഷി കളക്റ്റഡ് ഓൾ ദ റൈപ്പ് വാട്ടർമെലൻസ് ഫ്രം ഹെർ ഫീൽഡ്. അവളുടെ ഫീൽഡിൽ നിന്ന്, അവരുടെ അച്ഛൻ്റെയും മകളുടെയൊക്കെ ഫീൽഡിൽ നിന്ന് എല്ലാ വാട്ടർമെലൻസും തണ്ണിമത്തനൊക്കെ കളക്ട് ചെയ്തിട്ട് അവളുടെ ഭാഗ്യം പരീക്ഷിക്കാനായിട്ട് എവിടേക്ക് പോവുകയാണ്? മാർക്കറ്റിലേക്ക് പോവുകയാണ്. അവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 122. 122, scene 4. Scene 4, look at your textbook. In the street. In the street. Merchant, young lady, you look tired. Perhaps I can help you. The same merchant approached Carla also. ആ കാർലയുടെ അടുത്തേക്ക് ആ സെയിം മർച്ചൻ്റ് വന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? യങ് ലേഡി യു ലുക്ക് ടയേർഡ്, പെർഹാപ്സ് ഐ ക്യാൻ ഹെൽപ്പ് യു. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. കാർല, ദാറ്റ് വുഡ് ബി വെരി നൈസ് ഇൻഡീഡ്. ഷീ ഹോൾഡ്സ് ഔട്ട് എ പെയർ ഓഫ് വാട്ടർമെലൻസ്. ദാറ്റ് വുഡ് ബി വെരി നൈസ് ഇൻഡീഡ്. ഇത് വളരെ നല്ലതാണെന്ന് കാർല പറഞ്ഞു. ഷീ ഹോൾഡ് ഔട്ട്സ് എ പെയർ ഓഫ് വാട്ടർമെലൻസ്. അവൾ ഒരു ജോഡി വാട്ടർമെലൻസ് എടുത്ത് കാണിച്ചു. ആരേനെ? നമ്മുടെ മർച്ചൻറ്റിനെ കാണിച്ചു. മർച്ചൻറ്റ്, ഹൗ മച്ച് ഫോർ എവ്രിത്തിങ്? ഹൗ മച്ച് ഫോർ എവ്രിത്തിങ്? ഹി ഗ്രിൻസ് സ്ലൈലി തിങ്കിങ് ഹി ക്യാൻ മേക്ക് അനദർ ഗുഡ് ഡീൽ ഫോർ ഹിംസെൽഫ്. ഹി റിപ്പീറ്റഡ് ദ സെയിം ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഫോർ എവ്രിത്തിങ്? എത്രയായി എല്ലാറ്റിനും കൂടി എന്നുള്ള ആ ക്വസ്റ്റ്യൻ വീണ്ടും ആവർത്തിച്ചു. ഹി ഗ്രിൻസ് സ്ലൈലി. അയാൾ വീണ്ടും എന്താണ്? ഒരു ചിരി ചിരിച്ചു. എങ്ങനെയാണ് ചിരിച്ചിരിച്ചത്? അയാൾ മറ്റാളെന്നെ പറ്റിക്കാന്നുള്ള തരത്തിൽ ഒരു പുഞ്ചിരിച്ചു. ആരെന്നെ? കാർലേനെ പറ്റിക്കാന്നുള്ള തരത്തിൽ ചിരിച്ചു. കാരണം എന്ത് തരത്തിലുള്ള ചിരി? പറ്റിക്കണ തരത്തിലുള്ള ചിരി. നമ്മൾ ഗ്രീൻ സ്ലൈലി എന്ന് മുന്നേ കണ്ടിട്ടില്ലേ? കാബട്ടി ചിരി. ആ കാബട്യത്തിൽ ചിരിച്ചു. തിങ്കിങ് ഹി ക്യാൻ മേക്ക് അനദർ ഗുഡ് ഡീൽ ഫോർ ഹിംസെൽഫ്. അയാൾക്ക് അടുത്തൊരു നല്ലൊരു കച്ചവടം നടത്താന്നുള്ള തരത്തിൽ അയാൾ ഒരു കാബട്ടി ചിരി ചിരിച്ചു. കാർല, how much will you give me? How much will you give me? The merchant takes 3 copper coins in his hand. കാർല അപ്പം എന്ത് ചെയ്തു? ഷീ ആസ്ക്ഡ് അനദർ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് വിൽ യു ഗിവ് മീ? എത്ര രൂപ എനിക്ക് തരും ചോദിച്ചു.
The merchant takes 3 copper coins in his hand. He showed 3 copper coins. Merchant, these are difficult times, lady. This is all I can offer. മർച്ചൻ്റ് എന്താണ് പറയുന്നത്? ദീസ് ആർ ഡിഫിക്കൾട്ട് ടൈംസ്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. ദിസ് ഈസ് ഓൾ ഐ ക്യാൻ ഓഫർ. ഇത്രയേ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൂ എന്നാണ്. കാർല, എവ്രിതിങ് ഇൻ യുവർ ഹാൻഡ്. കാർല ചോദിക്കണം എന്ത്? എവ്രിതിങ് ഇൻ യുവർ ഹാൻഡ്. നിങ്ങളുടെ കയ്യിലുള്ളത് മുഴുവനായും തരുമോ ചോദിക്കണം. മർച്ചൻ്റ്, യെസ് സെർട്ടൻലി. മർച്ചൻ്റ് ആൻസേർഡ് യെസ് സെർട്ടൻലി. തീർച്ചയായും എന്ന് പറഞ്ഞു. കാർല, ദെൻ ഇറ്റ് ഈസ് എ ഡീൽ. ദെൻ ഇറ്റ് ഈസ് എ ഡീൽ. കാർല എന്താണ്? ആ ഡീൽ ഉറപ്പിക്കുകയാണ്, കച്ചവടം ഉറപ്പിച്ചു. ഷീ ഹോൾഡ്സ് ഔട്ട് ഹെർ ഹാൻഡ് ഫോർ പേയ്മെൻറ്റ്. ദ മർച്ചൻറ്റ് ഗ്രിൻസ് സ്ലൈലി ആൻഡ് സ്ലൈഡ്സ് ദ കോയിൻസ് ഇൻ ടു ഹെർ ഹാൻഡ്സ്. ഷീ ഹോൾഡ്സ് ഔട്ട് ഹെർ ഹാൻഡ് ഫോർ പേയ്മെൻറ്റ്. അത് കാർലയുടെ ആക്ഷനാണ്. അവൾ കൈ നിവർത്തി കാണിച്ചു, പേയ്മെൻറ്റിന് വേണ്ടി, പൈസയ്ക്ക് വേണ്ടിയിട്ട് കൈ നിവർത്തി കാണിച്ചു. മർച്ചൻറ്റ് ഗ്രിൻസ് സ്ലൈലി ആൻഡ് സ്ലൈഡ്സ് ദ കോയിൻ ഇൻ ടു ഹെർ ഹാൻഡ്സ്. അവളുടെ കയ്യിലേക്ക് ആ നാണയങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു. കാർല, ഓ താങ്ക് യു, ആൻഡ് ഐ സീ ദാറ്റ് യു ഹാവ് 3 ലവ്ലി റിങ്സ്. ഐ വിൽ ഹാവ് ദം ആസ് വെൽ. താങ്ക് യു, ദേ ആർ വെരി കളർഫുൾ. ഓക്കെ താങ്ക് യു. കാർല താങ്ക്ഡ് മർച്ചൻറ്റ് നന്ദി പറഞ്ഞു. ആൻഡ് I see that you have 3 lovely rings. I will have them as well. I can see 3 lovely rings in your hand. എനിക്ക് നിങ്ങളുടെ കയ്യിൽ 3 റിങ്സും കൂടി കാണാനുണ്ട്. 3 നല്ല ഭംഗിയുള്ള റിങ്സ് കാണാനുണ്ട്. I will have them as well. എനിക്ക് അതുകൂടി വേണമെന്ന് പറയണം. താങ്ക് യു, ദേ ആർ വെരി കളർഫുൾ. അത് നല്ല ഭംഗിയുള്ളതാണ്, അതും കൂടി എനിക്ക് വേണം. മർച്ചൻറ്റ്, വാട്ട് യു മസ്റ്റ് ബി ക്രേസി. വാട്ട് യു മസ്റ്റ് ബി ക്രേസി. എന്താ നിനക്ക് ഭ്രാന്തായോ ചോദിക്കണം മർച്ചൻറ്റ്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ ചോദിക്കണം. കാർല, ബട്ട് യു ഹാഡ് അഗ്രീഡ് ടു ഗിവ് മീ എവ്രിതിങ് ഇൻ യുവർ ഹാൻഡ്, ഡിഡിൻ യു. കാർല, ബട്ട് യു ഹാഡ് അഗ്രീഡ് ടു ഗിവ് മീ എവ്രിതിങ് ഇൻ യുവർ ഹാൻഡ്. നിങ്ങൾ എന്താണ് എന്നോട് അഗ്രി ചെയ്തത്? എവ്രിതിങ് ഇൻ യുവർ ഹാൻഡ്, ഡിഡിൻ യു. അല്ലേ, അതല്ലേ അഗ്രി ചെയ്തത് എന്ന്. ആൻഡ് റിമെമ്പർ, എ ഡീൽ ഈസ് എ ഡീൽ, ജസ്റ്റ് the way you had a deal with my father the other day. And remember, a deal is a deal. ഒരു കച്ചവടം എന്ന് പറഞ്ഞാൽ കച്ചവടമാണ്. just the way you had deal with my father the other day. കഴിഞ്ഞ ദിവസം എൻ്റെ അച്ഛനുമായിട്ട് ഒരു ഡീല് കച്ചവടം ചെയ്തത് ഓർമ്മയില്ലേ? a deal is a deal. ഒരു കച്ചവടം എന്ന് പറഞ്ഞാൽ കച്ചവടമാണ്. Merchant, oh no. Reluctantly, he removes the rings and gives them to Carla. He wipes his tears. She sees his tears and returns the rings. Oh no. അത് കേട്ടപ്പോൾ മർച്ചൻറ്റിന് ഓർമ്മ വന്നു, കഴിഞ്ഞ ദിവസം എന്ത് കാർലയുടെ ഫാദറിനെ ചീറ്റ് ചെയ്തത്. റിലക്റ്റൻ്റ്ലി ഹി റിമൂവ്സ് ദ റിങ്സ്. റിലക്റ്റൻ്റ്ലി മടിച്ച് അയാൾ ആ റിങ്സ് ഊരി ഗീവ്സ് ദം ടു കാർലയ്ക്ക് കൊടുത്തു. അത് അയാളുടെ മർച്ചൻറ്റിൻ്റെ ആക്ഷനാണ്. ഹി വൈപ്സ് ഹിസ് ടിയേഴ്സ്. കണ്ണുനീരൊക്കെ തുടച്ചു, കാരണം അയാൾക്ക് ചെയ്ത തെറ്റിനുള്ള തിരിച്ചടി കിട്ടിയെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ അയാൾക്ക് കരച്ചിൽ വന്നു, കണ്ണുനീരൊക്കെ തുടച്ചു. ഷീ സീസ് ഹിസ് ടിയേഴ്സ് ആൻഡ് റിട്ടേൺസ് ദ റിങ്സ്. കാർല സീസ് ഹിസ് ടിയേഴ്സ്. കാർല അയാളുടെ കണ്ണുനീര് കണ്ടിട്ട് എന്ത് ചെയ്തു? റിട്ടേൺസ് ഹിസ് റിങ്സ്. ആ റിങ്സ് തിരിച്ചു കൊടുത്തു. കാർല, ഐ കാണ്ട് ചീറ്റ് എനിബഡി ആസ് യു ഡിഡ്. മൈ ഫാദർ ടോട്ട് മീ നോട്ട് ടു ഹാം എനിബഡി. ടേക്ക് യുവർ റിങ്സ് ബാക്ക്. ഐ കാണ്ട് ചീറ്റ് എനിബഡി ആസ് യു ഡിഡ്. നിങ്ങൾ ചെയ്ത പോലെ എനിക്ക് ആരെയും ചതിക്കാൻ സാധിക്കില്ല. മൈ ഫാദർ ടോട്ട് മീ നോട്ട് ടു ആം എനിബഡി. എൻ്റെ ഫാദർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് നോട്ട് ടു ആം എനിബഡി, ആരെയും എന്തോ ഉപദ്രവിക്കരുത്. ടേക്ക് യുവർ റിങ്സ് ബാക്ക്. നിങ്ങളുടെ റിങ്സ് തിരിച്ചെടുത്താലും എന്ന് പറയണം. ദ മർച്ചൻറ്റ് ലുക്സ് അറ്റ് കാർല ഇൻ വണ്ടർ. ദ മർച്ചൻറ്റ് ലുക്സ് അറ്റ് കാർല ഇൻ വണ്ടർ. അത്ഭുതത്തോട് കൂടിയിട്ട് മർച്ചൻറ്റ് കാർലയോടെ നോക്കി നിൽക്കുകയാണ്. നമ്മുടെ പ്ലേ ഇവിടെ അവസാനിച്ചു. 4 സീൻസാണ് ഈ പ്ലേയിൽ. അപ്പോൾ ലാസ്റ്റ് സീൻ എല്ലാവരും ഒന്നും കൂടി വായിക്കുക. റൈറ്റ് ദ ഡിഫിക്കൽട്ട് വേർഡ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഡിഫിക്കൽട്ട് വേർഡ്സ് എഴുതി വയ്ക്കുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ആക്ടിവിറ്റീസ്. All of you take page number 124. Activity 1. Number the pictures in the same order
as the event took place in the play. Number the pictures in the same order as the event took place in the play. You can see 9 pictures in this page. ഈ പേജിൽ നിങ്ങൾക്ക് 9 പിക്ചേഴ്സ് കാണാം. അതിന് എന്ത് ചെയ്യണം? ഓർഡറിൽ നമ്പർ ഇടണം. അതാണ് നമ്മുടെ ആക്ടിവിറ്റി. വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇവൻറ്റ്? അവിടെ 3 rows ആയിട്ടാണ് അവിടെ പിക്ചേഴ്സ് നൽകിയിരിക്കുന്നത്. വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇവൻറ്റ്? ഏതായിരിക്കും അതിലെ ഫസ്റ്റ്? ആ ലാസ്റ്റ് റോയിലെ ഫസ്റ്റ് വൺ. ഫാമർ എന്ത് ചെയ്യുന്നു? ലോഡഡ് ഹിസ് വാഗൺ വിത്ത് ഗ്രെയിൻസ്. ആ ഗ്രെയിൻസ് വാഗണിൽ നിറയ്ക്കണം. അതാണ് ഫസ്റ്റ് വൺ. തേർഡ് റോയിലെ ഫസ്റ്റ് പിക്ചറാണ് ഫസ്റ്റ്. സെക്കൻഡ് വൺ. വിച്ച് ഈസ് ദ സെക്കൻഡ് ഇവൻറ്റ്? സെക്കൻഡ് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് പിക്ചർ. ദ ഫാർമർ മേക്സ് എ ഡീൽ വിത്ത് എ മർച്ചൻറ്റ്. ആ മർച്ചൻറ്റുമായിട്ട് ഡീൽ നടത്തുന്നത്. സെക്കൻഡ് ഇവൻറ്റ് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് പിക്ചർ. വിച്ച് ഈസ് തേർഡ് ഇവൻറ്റ്? തേർഡ് ലാസ്റ്റ് റോയിലെ സെക്കൻഡ് പിക്ചർ. ദ മർച്ചൻറ്റ് ക്ലൈംസ് അപ്പോൺ ദി വാഗൺ. ആ വാഗണുമ്മ കയറിയിരിക്കുന്ന ആ പിക്ചറില്ലേ, അതാണ് തേർഡ് വൺ. ഫോർത്ത്. വിച്ച് ഈസ് ഫോർത്ത് ഇവൻറ്റ്? ഫോർത്ത് സെക്കൻഡ് റോയിലെ സെക്കൻഡ് പിക്ചർ. ദ ഫാർമർ സിറ്റ് സാഡ്ലി. ആ സാഡായിട്ട് ഇരിക്കുന്ന ആ പിക്ചറാണ് ഫോർത്ത് ഇവൻറ്റ്. ഫിഫ്ത്ത് വൺ. വിച്ച് ഈസ് ഫിഫ്ത്ത്? ലാസ്റ്റ് റോയിലെ ലാസ്റ്റ് പിക്ചർ. തേർഡ് റോയിലെ ലാസ്റ്റ് പിക്ചർ. ദ ഫാർമർ ടോൾഡ് എവറിത്തിങ് ടു കാർല. കാർലയോട് എല്ലാം പറഞ്ഞില്ലേ, അതാണ്. അത് ലാസ്റ്റ് റോയിലെ ലാസ്റ്റ് പിക്ചർ, ഫിഫ്ത്ത് വൺ. സിക്സ്ത് ഏതാണ്? ഫസ്റ്റ് റോയിലെ ലാസ്റ്റ് വൺ. കാർല ടേക്ക് സം വാട്ടർമെലൻസ് ടു ദ മാർക്കറ്റ്. വാട്ടർമെലൻസ് കളക്ട് ചെയ്തിട്ട് അവൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയില്ലേ, അതാണ് സിക്സ്ത് വൺ. ഫസ്റ്റ് റോയിലെ ലാസ്റ്റ് പിക്ചർ. സെവൻത്ത് സെക്കൻഡ് റോയിലെ ലാസ്റ്റ് പിക്ചർ. അത് കാർല മേക്സ് എ ഡീൽ വിത്ത് എ മർച്ചൻറ്റ്. മർച്ചൻറ്റിനുമായിട്ട് കാർല ഒരു ഡീൽ നടത്തില്ലേ, അത് സെക്കൻഡ് റോയിലെ ലാസ്റ്റ് പിക്ചർ. എയ്ത്ത് വൺ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് പിക്ചർ. കാർല ആസ്ക്ഡ് 3 ലവ്ലി റിങ്സ് ഓഫ് ദി മർച്ചൻറ്റ്. മർച്ചൻറ്റിൻ്റെ റിങ്സും കൂടി ചോദിച്ചില്ലേ, കോപ്പർ പീസസ് കൊടുത്തപ്പോൾ. അപ്പം അതാണ് കാർല ആസ്ക്ഡ് 3 ലവ്ലി റിങ്സ് ഓഫ് ദി മർച്ചൻറ്റ്. ലാസ്റ്റ് ഇവൻ്റ് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് പിക്ചർ. ദ മർച്ചൻറ്റ് റിലക്റ്റൻ്റ്ലി റിമൂവ് ദ റിങ്സ്. ആ റിങ്സൊക്കെ മടിച്ച് റിമൂവ് ചെയ്തില്ലേ, ദ മർച്ചൻറ്റ് റിലക്റ്റൻ്റ്ലി റിമൂവ്സ് ദ റിങ്സ്. അത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് പിക്ചർ. അപ്പോൾ നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് ചെയ്യാം. ടീച്ചർ ഇപ്പോൾ പറഞ്ഞത് മനസ്സിലാവാത്തവർക്ക് ടീച്ചർ ഫോട്ടോ അയക്കാം. അപ്പം നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. നെക്സ്റ്റ്, റൈറ്റ് ദ ഇവൻറ്റ്സ് ഇൻ ദ റൈറ്റ് ഓർഡർ, ദ സ്പേസ് ഗിവൺ ബിലോ. റൈറ്റ് ദ ഇവൻറ്റ്സ് ഇൻ ദ റൈറ്റ് ഓർഡർ. നമ്മൾ നമ്പർ ഇട്ടു. ആ ഇവൻറ്റ്സ് എന്താണെന്ന് ഒന്നിവിടെ ഡിസ്ക്രൈബ് ചെയ്യും കൂടി വേണം. എന്താണ് ആ ഇവൻ്റ് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യണം. ഓൾ ഓഫ് യു ട്രൈ ടു ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്. ആ ടെക്സ്റ്റിൽ നോക്കിയിട്ട് ആ ഇവൻ്റ് എന്താണെന്ന് നിങ്ങളൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ടീച്ചർ നോട്ട് അയക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് ചെയ്ത് നമുക്ക് തിരുത്തി എഴുതാം. ഓക്കെ. ആക്ടിവിറ്റി 2. റീഡ് ദീസ് ലൈൻസ് വിച്ച് ഡിസ്ക്രൈബ് എ ഫാമേഴ്സ് വർക്ക്. റീഡ് ദീസ് ലൈൻസ് വിച്ച് ഡിസ്ക്രൈബ് എ ഫാമേഴ്സ് വർക്ക്. ഒരു ഫാർമറിൻ്റെ വർക്കിനെ സൂചിപ്പിക്കുന്ന ലൈൻസ് ആണ് അവിടെ കൊടുക്കുന്നത്. When the sun rises, I go to work. When the sun goes down, I take rest. I dig the well from which I drink. I farm the soil which yields my food. When the sun rises, I go to work. When the sun goes down, I take rest. എന്താണ്? സൂര്യൻ ഉദിക്കുമ്പോൾ I go to work. ഞാൻ എന്ത് പോകും? എൻ്റെ ജോലിക്ക് പോകും. When the sun goes down, സണ്ണ് ഗോസ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? സൺസെറ്റ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഐ ടേക്ക് റെസ്റ്റ്. ഞാൻ റെസ്റ്റ് എടുക്കും. അത്രയും നേരം എന്താണ്? അയാൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാളുടെ ഫീൽഡിൽ. ഐ ഡിഗ് ദ വെൽ ഫ്രം വിച്ച് ഐ ഡ്രിങ്ക്. എനിക്ക് കുടിക്കാനുള്ള വെള്ളത്തിനുള്ള കിണർ പോലും എന്താണ്? ഞാൻ തന്നെയാണ് കുഴിക്കുന്നത്. അത്രയ്ക്കും അധ്വാനിയാണ് അയാൾ. ഐ ഫാം ദ സോയിൽ വിച്ച് ഈൽഡ് മൈ ഫുഡ്. ഐ ഫാം ദ സോയിൽ. ഞാൻ മണ്ണിൽ പണിയെടുത്തിട്ട് അതിൽ എനിക്ക് വേണ്ട ഫുഡിനുള്ള
ഐറ്റംസ് ഞാൻ ഈൽഡ് ചെയ്യുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു. അത്രയ്ക്കും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഫാമറിനെ പറ്റിയിട്ടുള്ള കുറച്ച് 4 ലൈൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ ഫാർമർ ടിൽസ് ആൻഡ് ടോയിൽസ് ഇൻ ദ ഫാം ടു പ്രൊഡ്യൂസ് ഗുഡ് പ്രൊഡക്ട്സ്. എ ഫാർമർ ടിൽസ് ആൻഡ് ടോയിൽ ഇൻ ദ ഫാം. ഫാമിൽ അധ്വാനിച്ചിട്ട് പ്രൊഡ്യൂസ് ഗുഡ് പ്രൊഡക്ട്സ്, നല്ല വസ്തുക്കളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നു. ദ വർക്ക് ഓഫ് ഫാർമർ ഈസ് ഹാർഡ് ആൻഡ് ഇവൻഫുൾ ആസ് ഡിസ്ക്രൈബ് ഇൻ ദ എബവ് ലൈൻസ്. ദ വർക്ക് ഓഫ് ഫാർമർ ഈസ് ഹാർഡ് ആൻഡ് ഇവൻഫുൾ. ഫാർമറിൻ്റെ വർക്ക് വളരെ ഹാർഡാണ്, ഇവൻഫുൾ ആണ്. ഇവൻഫുൾ എന്ന് പറഞ്ഞാൽ സംഭവ ബഹുലമാണെന്നാണ് ഈ ലൈനിൽ സൂചിപ്പിക്കുന്നത്. ഡു യു നോ എനി ഫാർമർ ഇൻ യുവർ ലൊക്കാലിറ്റി? കളക്ട് ദെയർ നെയിംസ്, ദ ക്രോപ്സ് ദേ കൾട്ടിവേറ്റ്, ദ പ്രൊഡക്ട്സ്, ദ വേ സെൽ ഇറ്റ്, എക്സെട്ര. ഡു യു നോ എനി ഫാർമർ ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ, നിങ്ങളുടെ അടുത്തെങ്ങാനും വല്ല ഫാർമർ ഉണ്ടെങ്കിൽ കളക്ട് ദെയർ നെയിംസ്, അവരുടെ നെയിംസ് കണ്ടുപിടിക്കുക. ദ ക്രോപ്സ് ദേ കൾട്ടിവേറ്റ്, ഏതൊക്കെ വിളകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ദ പ്രൊഡക്ട്സ്, ദ വേ ദേ സെൽ ഇറ്റ്, എന്തൊക്കെയാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ, എങ്ങനെയാണ് അത് വിൽക്കുന്നത് എന്നൊക്കെ കണ്ടെത്താം. അപ്പം നിങ്ങൾ ഒരു ഫാർമറിൻ്റെ ചെയ്താൽ മതി, കുറേ ഒന്നും ചെയ്യേണ്ട, ഫാമേഴ്സിൻ്റെ ഒന്നും ചെയ്യേണ്ട. ഒരാളുടെ ഫസ്റ്റ് യു കളക്ട് ഈസ് നെയ്യും, എന്നിട്ട് പിന്നെ എന്താ, ദ ക്രോപ്സ് ദേ കൾട്ടിവേറ്റ്, ഏതൊക്കെ ക്രോപ്പാണ് അയാൾ കൾട്ടിവേറ്റ് ചെയ്യണം. ദ വേ ഓഫ് ഫാമിങ്, എങ്ങനെയാണ് അയാളുടെ കൃഷി രീതി. ദ മാർക്കറ്റ് വെർ ഇറ്റ് സെൽ ഹിസ് ക്രോപ്സ്, അയാളുടെ ക്രോപ്സ് എവിടെയാണ് വിൽക്കുന്നത്. മെത്തേഡ് ഓഫ് ഇറിഗേഷൻ, ജലസേചന രീതി എങ്ങനെയാണ്. അവാർഡ്സ് ഹി ഹാസ് വൺ, അയാൾക്ക് കിട്ടിയ പല അവാർഡുകളും കിട്ടിയിട്ടുണ്ടോ. അത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു പാരഗ്രാഫായിട്ട് എഴുതാം. ഒരു കർഷകൻ്റെ പേര്, പിന്നെ ക്രോപ്സ് ദേ കൾട്ടിവേറ്റ്, ഹി കൾട്ടിവേറ്റ്, അയാൾ കൾട്ടിവേറ്റ് ചെയ്യണ ക്രോപ്സ് ഏതൊക്കെയാണ്. പിന്നെ എന്താണ് വേ ഓഫ് ഫാമിങ്, എങ്ങനെയാണ് അത് കൃഷി രീതി. പിന്നെ മെത്തേഡ് ഓഫ് ഇറിഗേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പാരഗ്രാഫായിട്ട് എഴുതാം. ഓക്കെ, ലെറ്റ് സ്റ്റോപ്പ് ഹിയർ. നമുക്കിവിടെ നിർത്താം ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഓൾ ഓഫ് യു റീഡ് ദ പ്ലേ, റൈറ്റ് ദ ഡിഫിക്കൽട്ട് വേർഡ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്, ഡു ദ ഫസ്റ്റ് 2 ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റി 1ഉം 2ഉം എഴുതാം. നോട്ട് ബുക്കിലേക്ക് മീനിങ്സും എഴുതാം. ഓക്കെ, താങ്ക് യു.